ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ള മക്കളെ, എല്ലാവരും സുഖമായിരിക്കുന്നോ? എന്തൊക്കെയുണ്ട് വാർത്തകൾ? എല്ലാം നല്ലതായി പോകുന്നു അല്ലേ? ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ. എല്ലാ ദിവസവും നിങ്ങൾ വൈകുന്നേരം വീടുകളിൽ കുരിശ് വരയ്ക്കാറുണ്ടോ? സന്ധ്യാപ്രാർത്ഥന ചെല്ലാറുണ്ടോ? നിങ്ങൾ ഉറക്കെ പ്രാർത്ഥിക്കാറുണ്ടോ ആ സമയത്ത്? ഉണ്ടോ? എല്ലാവരും കൂട്ടിയിരുത്തി നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? കുരിശുവരയൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ പപ്പയ്ക്കും അമ്മയ്ക്കും ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഒക്കെ നിങ്ങൾ സ്തുതി കൊടുക്കാറുണ്ടോ? അങ്ങനെ സ്തുതി കൊടുക്കുന്നവരൊന്ന് കൈ പൊക്കാമോ? എല്ലാവരും ഇല്ല അല്ലേ? മക്കളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. പകൽ മുഴുവനും നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച് കഷ്ടപ്പെട്ടിരിക്കുന്ന അവർക്ക് നിങ്ങളുടെ അടുത്തുനിന്ന് ഒരു സ്തുതിയും ഒരു ഉമ്മയും ഒക്കെ കിട്ടുമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും അല്ലേ? അപ്പോൾ ഇന്നു മുതൽ ഇതുവരെ ചെയ്യാത്തവരും എല്ലാവരും ഇന്നു മുതൽ ഉറപ്പായിട്ടും നന്നായി കുരിശ് വരയ്ക്കണം. കുരിശ് വരച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും സ്തുതിയും ഉമ്മയും ഒക്കെ കൊടുക്കണം. കാരണം നമ്മൾ അടുത്ത വർഷം ആദ്യ കുർബാന സ്വീകരിക്കേണ്ടവരാ. ദൈവത്തിങ്കിലേക്ക് ഒത്തിരി ഒത്തിരി അടുക്കേണ്ടവരല്ലേ? ഓക്കെ, എല്ലാവരും തയ്യാറാണോ? ഓക്കെ. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച പാഠഭാഗം ഏതായിരുന്നു? 5-ാം പാഠം അല്ലേ? എന്തായിരുന്നു പേര്? രക്ഷയ്ക്ക് വഴിയൊരുക്കുന്ന ദൈവം. ഇന്ന് നമ്മൾ അതിൻ്റെ തുടർന്നുള്ള ഭാഗം പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ പഠിക്കുന്നതിന് മുൻപ് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും പ്രാർത്ഥിച്ച് തുടങ്ങണമെന്നല്ലേ? കുഞ്ഞുമക്കൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഭക്തിപൂർവമായിരിക്കാമോ? കൈകളൊക്കെ കൂപ്പി കണ്ണുകളടച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദിവ്യനാഥ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ പൂർണ്ണമായും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ തെറ്റ് ചെയ്താലും വീണ്ടും സ്നേഹിക്കുന്ന അങ്ങയുടെ കാരുണ്യത്തെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾ പഠിക്കുന്ന ഈ സമയത്തെ അങ്ങ് ഒത്തിരി അനുഗ്രഹപ്രദമാക്കണമേ. ഞങ്ങളുടെ ജീവിതം അതിനനുസരിച്ച് നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. ഓക്കെ, എല്ലാവരും ഇരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ആദ്യ ഭാഗത്ത് എന്താ കണ്ടത്? പാപികളെ സ്നേഹിക്കുന്ന ദൈവത്തിനെ അല്ലേ? ദൈവം പാപികളെ സ്നേഹിക്കാൻ വേണ്ടി ഓരോ രക്ഷാകര വഴികൾ ഇങ്ങനെ ഒരുക്കിക്കൊണ്ട് വരികയാണ്. അബ്രാഹത്തെ വിളിക്കുന്നു. അബ്രാഹവും കുടുംബവും കാനാൻ ദേശത്ത് താമസമാക്കുന്നു. അവിടെ വെച്ച് അബ്രാഹത്തിനൊരു മകൻ ജനിക്കുന്നു. എന്തായിരുന്നു പേരെന്ന് ഓർക്കുന്നുണ്ടോ? ഇസഹാക്ക്. ഇസഹാക്കിന് ഏസാവും യാക്കോബും എന്ന 2 മക്കളുണ്ടാകുന്നു. അതിൽ യാക്കോബിന് 12 മക്കളുണ്ടാകുന്നു. ആ 12 മക്കളുടെ പരമ്പരയെ, അബ്രാഹത്തിൻ്റെ സന്തതി പരമ്പരയെ നമ്മൾ എന്തെന്നാ വിളിച്ചത്? ഇസ്രായേൽ. എല്ലാം ഓർക്കുന്നുണ്ടല്ലേ? ഈ യാക്കോബിന് 12 മക്കളുണ്ടെങ്കിലും യാക്കോബിന് ഏറ്റവും ഇഷ്ടം ജോസഫ് എന്ന മകനെയായിരുന്നു. ആരെയായിരുന്നു ഏറ്റവും ഇഷ്ടം? ജോസഫ് എന്ന മകനെ. അതുകൊണ്ട് തന്നെ മറ്റ് സഹോദരന്മാർക്ക് അവനോട് വെറുപ്പും അസൂയയും ഒക്കെ ആയിരുന്നു. അപ്പോൾ ആ ഭാഗം എങ്ങനെ പറയുന്നുവെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്കൊന്ന് കണ്ടാലോ? ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 3-4 വാക്യങ്ങൾ. കുഞ്ഞുങ്ങളും എടുക്കാവോ ബൈബിള്? ടീച്ചറിൻ്റെ ഒപ്പം നിങ്ങളും തൊട്ട് വായിക്കണം കേട്ടോ. ഇസ്രായേൽ ജോസഫിനെ മറ്റെല്ലാ മക്കളെയും അധികം സ്നേഹിച്ചിരുന്നു. കാരണം അവൻ തൻ്റെ വാർദ്ധക്യത്തിലെ മകനായിരുന്നു. കൈനീളമുള്ള ഒരു നീണ്ട കുപ്പായം അവൻ ജോസഫിന് വേണ്ടി ഉണ്ടാക്കി. പിതാവ് ജോസഫിനെ തങ്ങളെക്കാൾ അധികമായി സ്നേഹിക്കുന്നുവെന്ന് കണ്ടപ്പോൾ സഹോദരന്മാർ അവനെ വെറുത്തു. അവനോട് സൗമ്യമായി സംസാരിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. കണ്ടോ, യാക്കോബ് ജോസഫിനെ കൂടുതൽ സ്നേഹിക്കാൻ കാരണം എന്താണ്? യാക്കോബിന് ഒത്തിരി പ്രായം ചെന്ന് കഴിഞ്ഞ് ഉണ്ടായൊരു മകനാണ് ജോസഫ്. അതുകൊണ്ട് അവന് നീളമുള്ള കുപ്പായമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ മറ്റ് സഹോദരന്മാർക്ക് അവനോട് സ്നേഹത്തോട് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. പിന്നെ ഈ ജോസഫിനെ അവർ സ്വപ്നക്കാരനെന്നാണ് വിളിച്ചിരുന്നത്. എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങളുമൊക്കെ സ്വപ്നം കാണാറുണ്ടോ? എപ്പോഴാണ് സ്വപ്നം കാണുന്നത്?
രാത്രിക്കല്ലേ? ജോസഫ് കാണുന്ന സ്വപ്നത്തിന് പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? ദൈവം ജോസഫിന് സ്വപ്നത്തിലൂടെ ഒത്തിരി കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുമായിരുന്നു. ജോസഫ് പല സ്വപ്നങ്ങളും കണ്ടു. അതെല്ലാം തൻ്റെ സഹോദരന്മാരോടും പിതാവിനോടും ഒക്കെ പറയുമായിരുന്നു. ഒരിക്കൽ ജോസഫ് പറഞ്ഞു, ജോസഫ് സഹോദരന്മാരും വയലിലായിരിക്കുകയാണ്. അപ്പോൾ കറ്റ കെട്ടിക്കൊണ്ടിരിക്കുന്നു. ജോസഫിൻ്റെ കറ്റ ഉയർന്നു നിൽക്കുകയും സഹോദരന്മാരുടെ കറ്റകൾ ജോസഫിൻ്റെ കറ്റയെ വണങ്ങുകയും ചെയ്യുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ സഹോദരന്മാർക്ക് അവനോട് ഭയങ്കര ദേഷ്യമാണ്. ഞങ്ങൾ നിന്നെ അനുസരിക്കണമെന്നാണോ? നീ ഞങ്ങളുടെ മേൽ ആധിപത്യം പുലർത്തുവാണോ എന്നൊക്കെ ചോദിച്ച് വഴക്കുണ്ടാക്കുമായിരുന്നു. വേറൊരു സ്വപ്നം സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളുമൊക്കെ ജോസഫിനെ വണങ്ങുന്നതായിട്ട് കാണുന്നു. ഇതൊക്കെ ഇങ്ങനെ സഹോദരന്മാരോടും പിതാവിനോടും ഒക്കെ പറയുമ്പോൾ പിതാവ് അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് വെക്കുകയാണ്. ആരായിരുന്നു ജോസഫിൻ്റെ പിതാവെന്ന് ഓർക്കുന്നില്ലേ? യാക്കോബ്. യാക്കോബ് ഇതെല്ലാം ഹൃദയത്തിൽ ഇങ്ങനെ സംഗ്രഹിച്ച് വെക്കുകയാണ്. ഒരു ദിവസം യാക്കോബിൻ്റെ മക്കൾ, ജോസഫ് ഒഴികെ ബാക്കിയുള്ള മക്കളെല്ലാം ഷെക്കേം എന്ന സ്ഥലത്ത് ആടിനെ മേയ്ക്കാൻ പോയി. അപ്പം യാക്കോബ് ജോസഫിനെ വിളിച്ചു പറഞ്ഞു, മോനെ ജോസഫേ, നമ്മുടെ മക്കളൊക്കെ അങ്ങ് ഷെക്കേമിൽ ആട് മേയ്ക്കുകയാണ്. നീ പോയിട്ട് അവിടെയുള്ളവർക്കും ആടുകൾക്കുമൊക്കെ സുഖമാണെന്നൊന്ന് അന്വേഷിക്കാമോ? അങ്ങനെ അപ്പൻ പറഞ്ഞതനുസരിച്ച് നമ്മുടെ ജോസഫ് ഇറങ്ങുകയാണ്. തുടർന്നുള്ള കാര്യങ്ങൾ വീഡിയോയിലൂടെ നമുക്കൊന്ന് കണ്ടാലോ? എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന്. അപ്പൻ നിർദ്ദേശിച്ചതനുസരിച്ച് ജോസഫ് ഷെക്കേമിലേക്ക് പോയി. അവൻ കുറേ ദിവസങ്ങൾ സഞ്ചരിച്ച് അവസാനം അവന്റെ സഹോദരന്മാർ ജോലി ചെയ്തിരുന്ന സ്ഥലത്തെത്തി. ആരാ വരുന്നതെന്ന് നോക്കിക്കേ. സ്വപ്നക്കാരൻ. ഒരു പക്ഷെ നമ്മളെല്ലാവരും അവന്റെ മുമ്പിൽ കുമ്പിടേണ്ടിയിരിക്കുന്നു. നമ്മുടെ അപ്പന്റെ ചാരൻ. അവന്റെ എല്ലൊടിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് അവൻ ഇന്നങ്ങ് കൊന്നാലോ? അവന്റെ ശല്യം എന്നേക്കുമായി ഇല്ലാതാകും. സഹോദരന്മാരെ ശ്രദ്ധിക്കൂ. ആ കാണുന്ന പൊട്ടക്കിണറ്റിൽ നമുക്ക് അവനെ വലിച്ചെറിയാം. ആരും അറിയുക പോലുമില്ല. അരുത്, അങ്ങനെ ചെയ്യരുത്. നമുക്ക് നമ്മുടെ സഹോദരനെ കൊല്ലാനാവില്ല. അതിന് നമ്മൾ അവനെ കൊള്ളുന്നില്ലല്ലോ. മിണ്ടാതിരിക്കും, അവൻ വരുന്നുണ്ട്. ഏയ്, എന്നെ വിടൂ. ഇത് ഈജിപ്തിൽ ഉണ്ടാക്കിയതാണല്ലേ അപ്പന്റെ പൊന്നാര മകന് വേണ്ടി. എന്നെ വിടൂ. നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഞങ്ങൾ എന്നേക്കുമായി ഭരിക്കാമെന്ന് നീ കരുതിയോ? അവനെ പിടിക്കൂ സഹോദരനെ. എന്നെ വിടൂ. അവനെ. ഓ, എന്നെ വിടൂ. ഒന്ന് വെറുതെ ഇരിക്കൂ സഹോദരരെ. ഇത് നമ്മുടെ സഹോദരനാണ്. അവനെ വിടൂ. ചെയ്യരുത്, ചെയ്യരുത്. ഏയ്, നീ ആ വശത്തേക്കൊന്ന് മാറി നിൽക്ക്. എന്നെ വിടൂ. എന്നെ എറിയരുത്. നിനക്ക് സ്വപ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. ശരി, അവനെ എറിഞ്ഞേക്കൂ. അങ്ങനെ അവന്റെ കഥ കഴിഞ്ഞു. രക്ഷിക്കണേ സഹോദരങ്ങളെ, രക്ഷിക്കണേ. അങ്ങോട്ട് നോക്കിക്കേ. കുറെ കച്ചവടക്കാർ അവിടെ നിന്ന് വരുന്നുണ്ടല്ലോ. ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കൂ. ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കൂ. ജോസഫിന്റെ നിലവിളി അവര് കേട്ട് കാണും. നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ സഹോദരനെ ഈ കച്ചവടക്കാർക്ക് കൊടുത്തുകൂടാ? അങ്ങനെയാണെങ്കിൽ സ്വപ്നക്കാരനെ കൊന്ന ആരോപണവും ഉണ്ടാവില്ല. നമുക്ക് കുറച്ച് പണവും കിട്ടും. ആഹാ, അത് നല്ലൊരു ആശയമാണല്ലോ. വരൂ, ഒരു കയർ എറിഞ്ഞു കൊടുക്കൂ. അവനെ കിണറ്റിൽ നിന്നും വെളിയിലേക്ക് വലിച്ചെടുക്കൂ. ജോസഫിന്റെ സഹോദരന്മാർ അവനെ മീതിയൻകാരായ കച്ചവടക്കാർക്ക് 20 വെള്ളിക്കാശിന് വിറ്റു. കച്ചവടക്കാർ അവനെ അടിമയായി ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. സഹോദരങ്ങളെ, ദയവായി എന്നെ അവരോടൊപ്പം വിടരുതേ. കരച്ചിൽ നിർത്തിയിട്ട് നടക്കടാ. നീ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ നിന്റെ കാല് ഞാൻ തല്ലി ഓടിക്കും. പക്ഷേ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു സ്വന്തം സഹോദരനെ വിൽക്കാൻ? ഒരിക്കലും നടക്കാത്ത കാര്യമാണിത്. ഇതാണ് നല്ലത്. നോക്കൂ, നമ്മൾ അവനെ കൊല്ലാൻ ഒരുങ്ങിയതാണ്. പക്ഷേ ഇപ്പോൾ അവൻ ജീവിച്ചിരിപ്പില്ലേ? എല്ലാവരും വീഡിയോ കണ്ടോ? എന്തായിരുന്നു മക്കളെ? ജോസഫ് ഇങ്ങനെ നടന്നു വരുന്നത് നമ്മുടെ സഹോദരന്മാർ ദൂരെ നിന്ന് കാണുകയാ. അപ്പോൾ സഹോദരന്മാർക്ക് അവനോട് ഭയങ്കര വെറുപ്പാ. എങ്ങനെയെങ്കിലും അവനെ ഇല്ലാതാക്കണമെന്നാ അവരുടെ വിചാരം. ഒരാൾ പറഞ്ഞു, നമുക്കിവനെ കൊന്നുകളഞ്ഞാലോ?
വേറൊരു സഹോദരൻ പറഞ്ഞു, നമുക്ക് ഈ മരുഭൂമിയിലെ ഈ പൊട്ടക്കിണറ്റിൽ താഴ്ത്തിയിട്ടാലോ? ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയുകയാ. അങ്ങനെ അവസാനം അവനെ പിടിച്ച് ആ പൊട്ടക്കിണറ്റിൽ തള്ളിയിടുകയാ. ആ സമയത്ത് അതിലൂടെ കുറേ കച്ചവട സംഘം പോകുന്നുണ്ട്, മിദ്യാൻകാർ. അപ്പം നിങ്ങൾ അടുത്ത പാഠഭാഗങ്ങളിലൊക്കെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കും. ആ മിദ്യാൻകാർക്ക് ഈ സഹോദരങ്ങൾ ജോസഫിനെ 20 വെള്ളിക്കാശിന് വിൽക്കുകയാണ്. നോക്കിക്കേ, സ്വന്തം രക്തമുള്ള സഹോദരനെ ആ സഹോദരങ്ങൾ വിൽക്കുകയാണ്. അവിടെ നിന്നും മുന്നോട്ട് നീങ്ങുകയാണ്. ഈജിപ്ത് എന്നൊരു രാജ്യത്തെക്കുറിച്ച് കുഞ്ഞുമക്കൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ആ, ഈജിപ്തിൽ ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിൻ്റെ പേരാണ് ഫറവോ. ഈജിപ്തിലെ രാജാവിൻ്റെ പേരെന്താണ്? ഫറവോ. ഫറവോയുടെ ഒരു ഉദ്യോഗസ്ഥൻ, അവിടുത്തെ കാവൽഭടന്മാരുടെയൊക്കെ ഒരു നേതാവ്, അദ്ദേഹത്തിൻ്റെ പേരാണ് പൊത്തിഫർ. എന്താണ് മക്കളെ? പൊത്തിഫർ. ഈ പൊത്തിഫറിന് ഈ മിദ്യാൻകാർ ജോസഫിനെ അങ്ങ് വിൽക്കുകയാണ്. അപ്പം നോക്കിക്കേ, പൊത്തിഫർ വഴി ജോസഫ് ഏത് ദേശത്ത് എത്തിച്ചേരുന്നു? ആ, ഈജിപ്ത് ദേശത്ത് എത്തിച്ചേരുകയാണ്. നോക്കിക്കേ, ജോസഫിൻ്റെ ജീവിതം നമ്മൾ ആദ്യം മുതലേ ശ്രദ്ധിക്കണം. യാക്കോബ് സ്നേഹിക്കുന്ന പൊന്നോമന മകൻ, സഹോദരങ്ങൾ വെറുക്കുന്ന മകൻ. പക്ഷേ ദൈവപരിപാലനയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ജോസഫിൻ്റെ ജീവിതം ഇന്ന് ഈജിപ്തിൽ വന്ന് നിൽക്കുകയാണ്. ഈജിപ്തിലെത്തിയപ്പോൾ ഫറവോ രാജാവിന് ജോസഫിനെ ഒത്തിരി ഇഷ്ടമായി. അവിടുത്തെ അധിപനായി അദ്ദേഹം അവനെ നിയമിക്കുകയാണ്. എല്ലാവരും തഴച്ച ആ മനുഷ്യനെ ദൈവം ഉയർത്തുകയാണ്. ഈജിപ്തിൻ്റെ അധിപനായി ദൈവം ഉയർത്തുകയാണ്. അപ്പം ഫറവോയും ഇങ്ങനെ സ്വപ്നങ്ങളൊക്കെ കണ്ട് ജോസഫിനോട് പറയുമ്പം ജോസഫ് ആ സ്വപ്നമൊക്കെ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്വപ്നമാണ്, 7 വർഷം ആ നാട്ടിലൊക്കെ നല്ല സമൃദ്ധിയായിരിക്കും. തുടർന്നുള്ള 7 വർഷം ഭയങ്കര പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ജോസഫ് പറഞ്ഞു, നമ്മൾ ഒത്തിരി ധാന്യങ്ങളും ഭക്ഷണ സാധനങ്ങളും ഒക്കെ ശേഖരിച്ച് വെക്കണം. ജോസഫിൻ്റെ നിർദ്ദേശപ്രകാരം അങ്ങനെ ഒത്തിരി ധാന്യമണികളും ഒത്തിരി ഭക്ഷണ സാധനങ്ങളുമൊക്കെ ഈജിപ്ത് ദേശത്ത് ശേഖരിച്ച് വെക്കുകയാണ്. 7 വർഷങ്ങളുടെ സമൃദ്ധിയുടെ കാലം കഴിഞ്ഞ് അവിടെ അതാ പട്ടിണി തുടങ്ങുന്നു. നാടുകൾ മുഴുവനും പട്ടിണിയിലായി. നമ്മുടെ യാക്കോബും മക്കളും ഇപ്പോൾ ഏത് ദേശത്താണ് താമസിക്കുന്നത്? ആ, കാനാൻ ദേശത്ത്, ദൈവം കൊടുത്ത കാനാൻ ദേശത്ത്. അവിടെയും പട്ടിണി തുടങ്ങി. 2 വർഷക്കാലം അവിടെ കുഴപ്പമില്ലായിരുന്നു. 2 വർഷം പൂർത്തിയായപ്പോൾ കാനാൻ ദേശത്തും പട്ടിണിയായി. അപ്പോഴവർ കേട്ടറിഞ്ഞു, ഈജിപ്തിൽ ഒത്തിരി ധാന്യങ്ങളും ഗോതമ്പ് മണികളും ഒത്തിരി ഭക്ഷണ സാധനങ്ങളുമുണ്ട്. നമുക്ക് അവിടെ പോയി ഒന്ന് അന്വേഷിച്ചാലോ? അങ്ങനെ നമ്മുടെ ജോസഫിൻ്റെ സഹോദരന്മാർ ആഹാരം തേടി, ധാന്യങ്ങളും ഗോതമ്പ് മണികളൊക്കെ തേടി ഈജിപ്തിലേക്ക് വരികയാണ്. ദൂരെ വെച്ച് തന്നെ ജോസഫ് സഹോദരന്മാരെ കാണുകയാണ്. ജോസഫിന് മനസ്സിലായി അത് വരുന്നത് എൻ്റെ സഹോദരന്മാരാണെന്ന്. പക്ഷേ സഹോദരന്മാർക്ക് ജോസഫിനെ മനസ്സിലായില്ല. അവർ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യമൊക്കെ വളരെ പരുഷമായി ദേഷ്യത്തോടെയൊക്കെ ജോസഫ് സംസാരിച്ചു. അവസാനം ജോസഫ് അവർക്ക് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ജോസഫിൻ്റെ നിർദ്ദേശപ്രകാരം ഇനി തുടർന്നും 5 വർഷം പട്ടിണിയാണ് ആ നാട് മുഴുവൻ. ഈ കാനാൻ ദേശത്തുള്ള എല്ലാവരും പതിയെ ഈജിപ്തിലേക്ക് വന്നു ചേരുകയാണ്. അതായത് കാനാൻ ദേശത്ത് താമസിച്ചിരുന്ന ഇസ്രായേൽ ജനം, ദൈവത്തിൻ്റെ സ്വന്തം ജനം, പൂർണ്ണമായും ഈജിപ്ത് ദേശത്തേക്ക് എത്തിച്ചേരുകയാണ്. വർഷങ്ങൾ കടന്നു പോവുകയാണ്. ജോസഫ് മരിച്ചു. ജോസഫ് മരിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചതെന്നറിയാമോ? ഈജിപ്തുകാർ ഇസ്രായേൽക്കാരെ അടിമകളാക്കുക. എന്താണ് ഈ അടിമകളാക്കുക എന്ന് പറഞ്ഞാൽ? എല്ലാ പണികളും അവരെ കൊണ്ട് ചെയ്യിക്കുക, അവരെ വല്ലാതെ വേദനിപ്പിക്കുക. ഇതെല്ലാം കണ്ടപ്പോൾ ദൈവത്തിന് ഒത്തിരി വിഷമമായി. കാരണം ദൈവം സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് ഇസ്രായേൽ ജനം. അപ്പോൾ ദൈവം അബ്രാഹത്തെ അന്ന് വിളിച്ചതുപോലെ ഇന്ന് വേറൊരു മനുഷ്യനെ പ്രത്യേകമായി വിളിക്കാൻ തീരുമാനിക്കുകയാണ്. ആ മനുഷ്യൻ്റെ പേരാണ് മോശ. എന്താണ് മക്കളെ? മോശ എന്ന പ്രവാചകനെ ദൈവം വിളിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ? ഇസ്രായേൽക്കാരെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി. അപ്പോൾ എങ്ങനെയാണ് രക്ഷിക്കുന്നതെന്നൊക്കെ 6-ാം പാഠത്തിലൊക്കെ നമ്മൾ കാണും.
അപ്പം നോക്കിക്കേ, ഈ പാഠം ആദ്യം മുതൽ നമ്മൾ നോക്കുമ്പോൾ പാപത്തിൻ്റെ അടിമത്തത്തിൽപ്പെട്ട മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവം ഒരുക്കുന്ന വഴികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത് അബ്രാഹത്തിൽ തുടങ്ങി മോശ വരെ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ കുഞ്ഞുമക്കൾക്ക് മനസ്സിലായില്ലേ, ഇസ്രായേൽ എന്ന സമൂഹത്തിന് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ എത്രമാത്രം വലിയ സ്ഥാനമുണ്ടെന്ന് ടീച്ചർ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചിരുന്നു. ആ ഇസ്രായേലിൽ നിന്നാണ് പാപികളെ രക്ഷിക്കുവാൻ വേണ്ടി ഈശോ കാലിത്തൊഴുത്തിൽ വന്ന് പിറന്നത്, അല്ലേ കുഞ്ഞുമക്കളെ? അപ്പം ജോസഫിൻ്റെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് നോക്കിക്കേ. ജോസഫിൻ്റെ ജീവിതത്തിൽ ഒത്തിരി സങ്കടങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ദൈവപരിപാലനയിൽ ആശ്രയിച്ചാണ് ജോസഫ് ജീവിച്ചത്. ജോസഫ് ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് അവൻ്റെ ജീവിതത്തെ വിട്ടുകൊടുത്തു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മളുടെ ജീവിതത്തിലും ഒത്തിരി ദുഃഖങ്ങളുണ്ടാകാം, ഒത്തിരി സഹനങ്ങളുണ്ടാകാം. അപ്പോഴൊക്കെ നമ്മൾ ദൈവത്തോട് പറയൂലേ, ദൈവമേ എനിക്ക് എന്തിനാ ഇങ്ങനെയൊക്കെ തരുന്നതെന്ന് പറയാറില്ലേ കുഞ്ഞുമക്കൾ? പഠിക്കാൻ പറ്റാത്തപ്പോൾ എന്തിനാ ഇങ്ങനെ പഠിക്കാൻ എനിക്ക് പറ്റാത്തതെന്നൊക്കെ ചോദിക്കാറില്ലേ? കുഞ്ഞുമക്കളെ, അതിനൊക്കെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് ദൈവത്തിൻ്റെ മനസ്സിലുണ്ട്. ആ പദ്ധതി അനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാൻ. ആ പദ്ധതിക്ക് നമ്മളെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കണം, ദൈവത്തിന് നമ്മളെ ജീവിതത്തെ സമർപ്പിക്കണം. കുഞ്ഞുമക്കളെ, നമുക്കൊന്ന് ദൈവത്തോട് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചാലോ? കുഞ്ഞുമക്കൾ ഇരുന്നാൽ മതി. അവിടെ ഇരുന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളൊന്ന് നോക്കിക്കേ. നിങ്ങളുടെ വീട്ടിലെ സാഹചര്യങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒത്തിരി ഉണ്ടാകാം, പഠിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പം എൻ്റെ കുഞ്ഞുമക്കൾ കൈകൾ കൂപ്പി ഒന്ന് പ്രാർത്ഥിച്ചേ. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും എല്ലാം അങ്ങേക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു. അങ്ങയുടെ പദ്ധതി പ്രകാരമാണ് അവയൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതെന്ന് ഇപ്പോൾ ഞങ്ങൾ തിരിച്ചറിയുകയാണ്. പിതാവേ, അങ്ങയുടെ ഇഷ്ടപ്രകാരം ഞങ്ങളുടെ മുന്നോട്ടുള്ള ഈ ജീവിതത്തെ നയിക്കുവാനും സ്വർഗത്തിൽ എത്തിച്ചേരുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നമ്മൾ ഈ പാഠഭാഗം കണ്ടല്ലോ. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായില്ലേ ഈ പാഠം? ഈ പാഠഭാഗം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പാട്ടും കൂടെ പഠിച്ചാലോ? എല്ലാവരും തയ്യാറാണോ? എങ്കിൽ ഇപ്പോൾ പാട്ട് കേൾക്കും. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ തന്നെ പാട്ടാണ്. അപ്പം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കും കൂടെ തുറന്ന് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ബുക്കിലെ പാട്ടിനോടൊപ്പം നിങ്ങൾക്ക് ഉറക്കെ പാടാൻ പറ്റും. പാടാൻ തയ്യാറാണോ? മിടുക്കരെ ഉള്ളവർ വേഗം പാടിക്കേ. മാനവ മക്കൾക്കു രക്ഷയേകാൻ ദൈവമൊരുക്കിയ പദ്ധതിയിൽ അബ്രാഹം, ഇസഹാക്ക്, യാക്കോബിവർ പൂർവപിതാക്കളായി വാണിടുന്നു. യാക്കോബിൻ മക്കളാം 12 പേർ ഇസ്രായേൽ വംശത്തിൻ ഗോത്രങ്ങളായി ഈജിപ്തിൻ അടിമത്തം പൂകിയപ്പോൾ മോചകനായെന്ന് മോശയെത്തി. യാക്കോബിൻ മക്കളാം 12 പേർ ഇസ്രായേൽ വംശത്തിൻ ഗോത്രങ്ങളായി ഈജിപ്തിൻ അടിമത്തം പൂകിയപ്പോൾ മോചകനായെന്ന് മോശയെത്തി. മാനവ മക്കൾക്കു രക്ഷയേകാൻ ദൈവമൊരുക്കിയ പദ്ധതിയിൽ അബ്രാഹം, ഇസഹാക്ക്, യാക്കോബിവർ പൂർവപിതാക്കളായി വാണിടുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, പാപം ചെയ്തു പോയാലും ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരാനുള്ള മാർഗങ്ങൾ. നന്നായി പ്രാർത്ഥിക്കണം, എപ്പോഴും പ്രാർത്ഥിക്കുന്ന മക്കളായിരിക്കണം. ബൈബിള് വായിക്കണം, ക്രിസ്ത്യൻ ധ്യാനത്തിലൊക്കെ പങ്കെടുക്കണം. അടുത്ത വർഷം നമ്മൾ ആദ്യ കുർബാന സ്വീകരിച്ച് കഴിഞ്ഞാൽ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും കുമ്പസാരിച്ച് ദൈവത്തോട് പാപങ്ങൾ ഏറ്റുപറയണം. അപ്പോഴൊക്കെ നമുക്ക് ദൈവത്തോടു കൂടി അടുക്കുവാൻ സാധിക്കും. അപ്പോൾ ഈ അബ്രാഹത്തെ ദൈവം വിളിച്ചു. അബ്രാഹം കാനാൻ ദേശത്തേക്ക് എത്തുന്നു. അവിടെ വെച്ച് ഇസഹാക്ക് എന്നൊരു മകനുണ്ടാകുന്നു. ആരെയാണ് നമ്മൾ ഇസ്രായേൽ എന്ന് വിളിക്കുന്നത് എന്ന് പറയാമോ? യാക്കോബിൻ്റെ സന്തതി പരമ്പരയെയാണ് ഇസ്രായേൽ എന്ന് വിളിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ യാക്കോബിൻ്റെ പ്രിയപ്പെട്ട മകനായ ഒരാളെ കണ്ടു. ആരായിരുന്നു? ജോസഫ്. ജോസഫ് കാനാൻ ദേശത്ത് നിന്നും എവിടെ എത്തിച്ചേരുകയാണ്? ഈജിപ്ത് ദേശത്ത് എത്തിച്ചേരുകയാണ്. അവിടുത്തെ അധിപനായി മാറുകയാണ്. പക്ഷേ ജോസഫിൻ്റെ മരണശേഷം അവിടെ ഇസ്രായേൽ ജനം
അടിമത്തത്തിൽപ്പെടുകയാണ്. ഈജിപ്തുകാർ അവരെ വല്ലാതെ ഉപദ്രവിക്കുകയാണ്. അപ്പോൾ രക്ഷിക്കുവാൻ വേണ്ടി ദൈവം ഒരാളെ തിരഞ്ഞെടുക്കുകയാണ്. ആരെയായിരുന്നു? മോശ എന്ന പ്രവാചകനെ. അപ്പോൾ നമ്മളെ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതികൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളാണ് നമ്മൾ അടുത്ത പാഠങ്ങളിലൂടെ കാണുന്നത്. പ്രിയപ്പെട്ട മക്കളെ, ടീച്ചർ കഴിഞ്ഞ ദിവസം വായിക്കാൻ പറഞ്ഞ ഉൽപ്പത്തി പുസ്തകത്തിലെ അധ്യായം നിങ്ങൾ വായിച്ചോ? 12-ാം അധ്യായം. ഇന്ന് നിങ്ങൾക്ക് ടീച്ചർ വായിക്കാൻ പറയുന്നത് 37-ാം അധ്യായമാണ്. ജോസഫിനെ വിൽക്കുന്ന ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ അധ്യായം മുഴുവൻ വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു സംഭവ കഥ അനുഭവിക്കാൻ സാധിക്കും. നന്നായി ബൈബിൾ വായിച്ച് അതിലിഷ്ടപ്പെട്ട ഒരു ചെറിയ വചനം അതിൽ എഴുതണം. പിന്നെ ഒരു കടങ്കഥ കഴിഞ്ഞ ദിവസം തന്നു വിട്ടായിരുന്നു. അത് കിട്ടിയായിരുന്നു? അതിൻ്റെ ഉത്തരം എല്ലാവർക്കും കിട്ടിയല്ലേ? ആരായിരുന്നു? അബ്രാഹം. എല്ലാവർക്കും ഉത്തരം കിട്ടിയല്ലേ? പിന്നെ അതിന് ശേഷം ഒരു 2 പ്രവർത്തനങ്ങളുണ്ട്. എന്തായിരുന്നു അത്? കണ്ടെത്താം എന്നുള്ളൊരു പ്രവർത്തനം അല്ലേ? അതായത് കുറേ അക്ഷരങ്ങളും അവയ്ക്ക് ഓരോ നമ്പറുകളും തന്നിട്ടുണ്ട്. അവയുടെ ചോദ്യങ്ങൾ ഒരു ഭാഗത്ത് തന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങളുടെ ഉത്തരം ഇതിൽ നിന്ന് കണ്ടെത്താനാണ്. ചിലരൊക്കെ കണ്ടെത്തി കഴിഞ്ഞു കാണുമല്ലോ ഇപ്പം തന്നെ. എന്തൊക്കെയായിരുന്നു ആ ചോദ്യങ്ങൾ? ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ദൈവം പ്രത്യേകം വിളിച്ച ആളാരായിരുന്നു? രണ്ടാമത്തെ ചോദ്യം എന്താണ്? മനുഷ്യർക്കുള്ള രക്ഷകൻ ആരായിരുന്നു? മൂന്നാമത്തതോ? അബ്രാഹം ആദ്യം താമസിച്ചിരുന്നത് എവിടെ? നാലാമത്തതോ? യാക്കോബിൻ്റെ മക്കളുടെ എണ്ണം എത്ര? നോക്കിക്കേ, ഇപ്പം തന്നെ ഉത്തരങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞു അല്ലേ? ഈ ക്ലാസ് കഴിഞ്ഞ പാടെ നിങ്ങൾ പെൻസിൽ ഉപയോഗിച്ച് അവിടെ ഉത്തരങ്ങൾ എഴുതണം. പിന്നെ അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് മുദ്രാവാക്യം എഴുതാനാ. എന്താ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ? ക്രിസ്തുരാജൻ്റെയൊക്കെ പെരുന്നാളിന് നിങ്ങൾ റാലിക്കൊക്കെ പോയിട്ട് ഉറക്കെ വിളിക്കാറില്ലേ? ജയ് ജയ് ക്രിസ്തുരാജൻ എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറില്ലേ? അതുപോലെ മുദ്രാവാക്യങ്ങൾ എഴുതാനാണ് പറഞ്ഞു. ഒരു ഉദാഹരണം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ടല്ലേ? എന്തായിരുന്നു ആ ഉദാഹരണം? ദൈവം നമ്മുടെ സൃഷ്ടാവ്, ഈശോ നമ്മുടെ രക്ഷകൻ. അപ്പം അത് പറയുമ്പോൾ നല്ല വെറുതെ ഇങ്ങനെ പാവത്താനെ പോലെയല്ല പറയണ്ടേ, നല്ല ഉഷാറോടെ പറയണം. ദൈവം നമ്മുടെ സൃഷ്ടാവ്, ഈശോ നമ്മുടെ രക്ഷകൻ. അപ്പോൾ അതേപോലത്തെ 3 മുദ്രാവാക്യങ്ങൾ കൂടി എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഒരെണ്ണം ടീച്ചർ പറയാം. ദൈവം നമ്മുടെ പിതാവ്, ഈശോ നമ്മുടെ നേതാവ്. അല്ലെങ്കിൽ സ്വർഗം നമ്മുടെ വീട്, സ്വർഗം നമ്മുടെ ലക്ഷ്യം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതേ ആശയങ്ങളൊക്കെ വരുന്ന മുദ്രാവാക്യങ്ങൾ അവിടെ എഴുതണം. നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കണം. അപ്പം പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഈ പാഠഭാഗം മുഴുവനും നോക്കുമ്പോൾ എന്തൊക്കെ ബോധ്യങ്ങളാണ് എൻ്റെ മക്കൾക്ക് കിട്ടിയത്? അബ്രാഹത്തിൻ്റെ ജീവിതകഥ നോക്കുകയാണെങ്കിൽ എന്തായിരുന്നു? ദൈവം എന്തിനാ അബ്രാഹത്തെ വിളിച്ചത്? പാപികളെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവം ഒരുക്കുന്ന രക്ഷാകര പദ്ധതിയുടെ ആദ്യ ഭാഗമായിട്ടാണ്. അപ്പോൾ ദൈവമക്കളായ നമ്മൾ പാപം ചെയ്താലും ദൈവം നമ്മളെ വീണ്ടും വീണ്ടും കാത്തു രക്ഷിക്കുകയാണ്. അപ്പോൾ ദൈവാശ്രയ ബോധത്തിൽ വളരണം. രണ്ടാമത്തെ ബോധ്യം എന്താണ്? ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം കാത്തിരിക്കാനുള്ളൊരു മനസ്സുണ്ടാകണം. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അതുപോലെ ഇന്ന് നമ്മൾ കണ്ട ജോസഫിൻ്റെ ജീവിതകഥ എന്താണ് പഠിപ്പിക്കുന്നത്? ജോസഫിൻ്റെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും ദൈവിക പദ്ധതിയുടെ ഭാഗമായിരുന്നു. അതുപോലെ കുഞ്ഞുമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വന്നാലും നിങ്ങൾ തളരാൻ പാടില്ല. ഒത്തിരി സന്തോഷം വരുമ്പോൾ അമിതമായി സന്തോഷിക്കരുത്. ഒത്തിരി ദുഃഖം വരുമ്പോൾ നമ്മുടെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിക്കരുത്. അതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അപ്പം നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് പൂർണ്ണമായും സമർപ്പിക്കണം. അതെല്ലാം അവസാനം നന്മയായിട്ട് മാത്രമേ അവസാനിക്കുകയുള്ളൂ. തീർച്ചയുള്ള കാര്യമാണ്, ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നമ്മുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. ജോസഫിൻ്റെ കഥയിൽ പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അവൻ ചെയ്തതൊക്കെ കർത്താവ് ശുഭമാക്കുകയും ചെയ്തു. അല്ലേ? ജോസഫിൻ്റെ കൂടെ കർത്താവ് എപ്പോഴും ഉണ്ടായിരുന്നു. ദൈവപരിപാലനയിൽ അവൻ ജീവിച്ചിരുന്നത്. അതുപോലെ നമുക്ക് ഇന്ന് പഠിക്കേണ്ട ഈ ബൈബിൾ വാക്യവും ഇത് തന്നെയാണ്. കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അവൻ ചെയ്തതൊക്കെ കർത്താവ് ശുഭമാക്കുകയും ചെയ്തു. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം 23-ാം വാക്യം. അപ്പോൾ കുഞ്ഞുമക്കളെ, അബ്രാഹത്തിനെ പോലെ ദൈവത്തെ അനുസരിക്കുന്ന മക്കളായി നമ്മൾ വളരണം. ജോസഫിനെ പോലെ ദൈവപരിപാലനയിൽ വളരുന്ന മക്കളായി നമ്മൾ തീരണം. അപ്പോൾ എല്ലാവർക്കും നിങ്ങളെ ഇഷ്ടപ്പെടും. കുഞ്ഞുമക്കളെ ഇഷ്ടപ്പെടണം. നല്ല മക്കളായിട്ട് നിങ്ങൾ വളരണം. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം.
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൈകൾ തട്ടി തട്ടി യേശുവിനായി പാടാം, കുഞ്ഞിക്കാലുകൾ തുള്ളി തുള്ളി യേശുവിന്റെ പോകാം. കുഞ്ഞിക്കൈകൾ തട്ടി തട്ടി യേശുവിനായി പാടാം.